ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ രഹസ്യത്തിൽ ചെയ്യുന്നതുണ്ട്, പരസ്യത്തിൽ ചെയ്യുന്നതുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു നിർദ്ദേശം നൽകുമോ? നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ? യാ റസൂലല്ലാഹ്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിക്ക് ഉപദേശം നൽകുകയാ. യാ അബൂ ദർ, അബൂ ദർ, അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിയുള്ളിടത്തോളം കഴിയുന്ന സമയങ്ങളിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ അബൂ ദർ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വമാ മിൽത മിൻ സൂ ഫഅഹദിസ് ലഹു തൗബ, നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അബൂ ദർ, ഒരു തെറ്റ് ചെയ്താൽ ഫഅഹദിസ് ലഹു തൗബ, സത്യവിശ്വാസികളുടെ അടയാളമാണ് ഉടൻ തന്നെ നീ തൗബ ചെയ്ത് മടങ്ങണമേ. അസ്സിർറ ബിസ്സിറി വൽ അലാനിയത ബിൽ അലാനിയ, രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി അല്ലാഹുവിലേക്ക് മടങ്ങണമേ, പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണമേ. ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ചെയ്ത തെറ്റിന് വ്യഭിചരിച്ചു, മണിച്ചം വാട്ടർ അടിച്ചു, മണിച്ചം വാട്ടർ കട്ടറായി, വെള്ളം അടിച്ചു, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. നമ്മൾ ചെയ്ത തെറ്റ് അതിപ്പോ പരസ്യമായിട്ട് മെമ്പറിന്റെ അടുക്കലൊന്നും അല്ലാ ഇന്നലെ ഞാൻ വ്യഭിചരിച്ചു, അല്ലാ നീ മാപ്പാക്കി തരണമെന്നല്ല, അതല്ല വേണ്ടത്. രഹസ്യമായി ചെയ്തല്ലേ, നീ അള്ളാഹുവിന്റെ മുന്നിൽ പെട്ട് രഹസ്യമായി തന്നെ പറഞ്ഞാൽ മതി. 2 റക്അത്ത് നമസ്കരിച്ച് രഹസ്യമായി റബ്ബിന്റെ മുന്നിൽ പോയി പറ, പടച്ചവനെ ഞാൻ ചെയ്തു തെറ്റ്, അള്ളാഹു നീ മാപ്പാക്കണേ, അള്ളാഹ് മാപ്പാക്കി തരും, അള്ളാഹ് മാപ്പാക്കി തരും. രഹസ്യമായി ചെയ്ത തെറ്റ് രഹസ്യമായി, പരസ്യമായി ചെയ്ത തെറ്റ് പരസ്യമായി. പള്ളിയിലെ പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, നാട്ടിലെ ഒരു പ്രമുഖനെ ആരെങ്കിലും ഒരാള് പരിഹസിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ തെറി പറഞ്ഞു, പരസ്യമായി മാപ്പ് പറയട്ടെ, അതാണ് അവന്റെ തൗബ, അതാണ് അവന്റെ തൗബ. പരസ്യമായി പോയി മാപ്പ് പറയട്ടെ, അതല്ലാതെ രഹസ്യമായി അല്ലാ ഞാൻ അറിവില്ലാതെ അയാളെ ഞാൻ തെറി പറഞ്ഞു, അല്ലാ നീ മാപ്പാക്കണേ അല്ലാ, ഇല്ല. ഒരാളൊരാളെ കുറിച്ച് അനാവശ്യം വിളമ്പി, ഒരാളൊരാളെ കുറിച്ച് അവന്റെ പച്ചമാംസം തിന്നു, അപരാധം പറഞ്ഞു, ആക്ഷേപിച്ചു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞു, അതിന് രഹസ്യമായുള്ള തൗബയല്ല, അതിന് പരസ്യമായുള്ള തൗബയാണ്. പരസ്യമായി ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത് അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കുക, അത് പരസ്യമായി തന്നെ ചെയ്യണം, അതിൽ രഹസ്യതയില്ല. അത് അല്ലാഹു മാപ്പാക്കൂല, രഹസ്യമല്ല അവിടെ വേണ്ടത്, ഇവിടെ പരസ്യമാണ്. ഒരാളെ കുറിച്ചൊരു ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അല്ലാഹു പൊറുക്കൂലല്ലോ, അല്ലാഹു പൊറുക്കൂലല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, രഹസ്യമായി തൗബ ചെയ്യുക നമ്മുടെ സ്വന്തം കാര്യമാണ്. ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് ഫിത്ന ഫസാദ് പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മുന്നിലേക്ക് പോയി പരസ്യമായി നീ പൊരുത്തം ചോദിച്ചു കൊള്ളട്ടെ, അതാണ് നിന്റെ തൗബ, അതാണ് നിന്റെ തൗബ. അങ്ങനെ പരസ്യമായി പൊരുത്തം ചോദിക്കാത്തവർ നാളെ നരകത്തിന്റെ കുണ്ടാരത്തിലാണെന്ന് ലോകത്തിന്റെ മുത്തേ ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൈലത്തൻ ഉസ്രിയ ബിൽ സമാ, മിഅ്റാജിന്റെ രാവിൽ മലക്ക് ജിബ്രീൽ എന്നെ വഹിച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ മററത്തു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. ആ സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോ റിജാലും വനിസാ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹു
അദ്ഫാറുഹും മിൻ നുഹാസ് വലഹും അദ്ഫാറും മിൻ നുഹാസ്. ചെമ്പുകളാലുള്ള ദുഃഖങ്ങളാണ് അവർക്ക് അല്ലാഹു അവരുടെ കൈകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. യഹ്മിസൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും ആ നുഖങ്ങളെ കൊണ്ട് കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖുൽതു യാ ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അവിടുത്തെ സമുദായത്തിലെ, അവിടുത്തെ അവിടുത്തെ സമുദായത്തിലെ അനുയായികളിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരുമാണ് നബിയേ. നബിയേ, അവരുടെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് പറയട്ടെയോ? യഅകുലൂന ലഹൂമന്നാസ് വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ. ഒരു പാവപ്പെട്ട പെണ്ണിനെ അപരാധം പറയുന്നവരാണ് നബിയേ, അനാവശ്യം പറഞ്ഞു പരത്തുന്നവരാണ് നബിയേ, അവർക്കുള്ള ശിക്ഷയാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദറിനോട് പറഞ്ഞത്, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്താൽ അവൻ രഹസ്യമായി തൗബ ചെയ്ത് മടങ്ങട്ടെ. ഒരാൾ പരസ്യമായി ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാൾ പരസ്യമായി മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അവൻ പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ, പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ. അതാണ് അവന്റെ തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരാളെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് പോയിരുന്നു. അല്ലാ, ഞാൻ ഓളെ കുറിച്ച് പറഞ്ഞു പഠിച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹു, നീ അല്ലാ മാപ്പാക്കൂല, യാ അല്ലാ അവന്റെ ഇടയിലേക്ക് പോയിട്ട് പറ, എങ്കിൽ അല്ലാഹു മാപ്പാക്കി തരും. അങ്ങനെ രഹസ്യമായ തൗബ രഹസ്യമായി, പരസ്യമായി ചെയ്തിട്ടുണ്ട് പരസ്യമായി. അത് ഒന്നാമത്തെ അടയാളാണ് സത്യവിശ്വാസികളുടെ. ആ തൗബ ചെയ്തവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ, പശ്ചാത്തപിച്ചവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. തൗബ ഇല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നമസ്കരിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ അവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറഞ്ഞ വാക്കെന്താ? തൗബ കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? التائبون العابدون. ഇബാദത്തെടുക്കുന്നവർ തൗബ കഴിഞ്ഞാൽ രണ്ടാമത്തെ പടിയായി സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇബാദത്തെടുക്കുന്നവർ. ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ തൗബ ചെയ്തിരിക്കണം, പശ്ചാത്തപിച്ചവനായിരിക്കണം, എങ്കിലേ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ രഹസ്യത്തിൽ ചെയ്യുന്നതുണ്ട്, പരസ്യത്തിൽ ചെയ്യുന്നതുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു നിർദ്ദേശം നൽകുമോ? നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ? യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിക്ക് ഉപദേശം നൽകുകയാ. യാ അബൂദർ, അബൂദർ അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിയുള്ളിടത്തോളം കഴിയുന്ന സമയങ്ങളിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ അബൂദറേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വമാ മിൽ
മിൻ സൂ ഫഅഹദിസ് ലഹു തൗബ. നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അബൂദർറേ, ഒരു തെറ്റ് ചെയ്താൽ ഫഅഹദിസ് ലഹു തൗബ, സത്യവിശ്വാസികളുടെ അടയാളമാണ് ഉടൻ തന്നെ നീ തൗബ ചെയ്ത് മടങ്ങണമേ. അസ്സിർറ ബിസ്സിറി വൽ അലാനിയത ബിൽ അലാനിയ. രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി അല്ലാഹുവിലേക്ക് മടങ്ങണമേ. പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണമേ. ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ചെയ്ത തെറ്റിന് വ്യഭിചരിച്ചു, മണിച്ചം വാട്ടർ അടിച്ചു, മണിച്ചം വാട്ടർ കട്ടറായി, വെള്ളം അടിച്ചു, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. നമ്മൾ ചെയ്ത തെറ്റ് അതിപ്പോ പരസ്യമായിട്ട് മെമ്പറിന്റെ അടുക്കലൊന്ന് അല്ലാ ഇന്നലെ ഞാൻ വ്യഭിചരിച്ചു, നീ മാപ്പാക്കി തരണമെന്നല്ല. അതല്ല വേണ്ടത്. രഹസ്യമായി ചെയ്തല്ലേ, നീ അള്ളാഹുവിന്റെ മുന്നിൽ പോയി രഹസ്യമായി തന്നെ പറഞ്ഞാൽ മതി. 2 റക്അത്ത് നമസ്കരിച്ച് രഹസ്യമായി റബ്ബിന്റെ മുന്നിൽ പോയി പടച്ചവനെ ഞാൻ ചെയ്തു തെറ്റ്, അള്ളാഹു നീ മാപ്പാക്കണേ, മാപ്പാക്കി തരും, മാപ്പാക്കി തരും. രഹസ്യമായി ചെയ്ത തെറ്റ് രഹസ്യമായി, പരസ്യമായി ചെയ്ത തെറ്റ് പരസ്യമായി. പള്ളിയിലെ പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, നാട്ടിലെ ഒരു പ്രമുഖനെ ആരെങ്കിലും ഒരാള് പരിഹസിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ തെറി പറഞ്ഞു, പരസ്യമായി മാപ്പ് പറയട്ടെ. അതാണ് അവന്റെ തൗബ, അതാണ് അവന്റെ തൗബ. പരസ്യമായി പോയി മാപ്പ് പറയട്ടെ. അതല്ലാതെ രഹസ്യമായി ഞാൻ അറിവില്ലാതെ അയാളെ തെറി പറഞ്ഞു, നീ മാപ്പാക്കണേ, ഇല്ല. ഒരാളൊരാളെ കുറിച്ച് അനാവശ്യം വിളമ്പി, ഒരാളൊരാളെ കുറിച്ച് അവന്റെ പച്ചമാംസം തിന്നു, അപരാധം പറഞ്ഞു, ആക്ഷേപിച്ചു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞു, അതിന് രഹസ്യമായുള്ള തൗബയല്ല, അതിന് പരസ്യമായുള്ള തൗബയാണ്. പരസ്യമായി ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത് അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കുക. അത് പരസ്യമായി തന്നെ ചെയ്യണം, അതിൽ രഹസ്യതയില്ല. അത് അല്ലാഹു മാപ്പാക്കൂല. രഹസ്യമല്ല ഇവിടെ വേണ്ടത്, ഇവിടെ പരസ്യമാണ്. ഒരാളെ കുറിച്ചൊരു ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അല്ലാഹു പൊറുക്കൂലല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, രഹസ്യമായി തൗബ ചെയ്യുക നമ്മുടെ സ്വന്തം കാര്യമാണ്. ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് ഫിത്ന ഫസാദ് പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മുന്നിലേക്ക് പോയി പരസ്യമായി നീ പൊരുത്തം ചോദിച്ചു കൊള്ളട്ടെ. അതാണ് നിന്റെ തൗബ, അതാണ് നിന്റെ തൗബ. അങ്ങനെ പരസ്യമായി പൊരുത്തം ചോദിക്കാത്തവർ നാളെ നരകത്തിന്റെ കുണ്ടാരത്തിലാണെന്ന് ലോകത്തിന്റെ മുത്തേ ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തൻ ഉസ്രിയ ബിൽ സമാ, മിഅ്റാജിന്റെ രാവിൽ മലക്ക് ജിബ്രീൽ എന്നെ വഹിച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ മററത്തു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. ആ സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോ റിജാലും വനിസാ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ആ കൂട്ടത്തിലുണ്ട്. അൽഫാറുഹും മിൻ നുഹാസ് വലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പുകളാലുള്ള ദുഃഖങ്ങളാണ് അവർക്ക് അല്ലാഹു അവരുടെ കൈകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. യഹ്മിസൂന വജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും ആ മുഖങ്ങളെ കൊണ്ട് കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖുൽതു യാ ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അവിടുത്തെ സമുദായത്തിലെ, അവിടുത്തെ അവിടുത്തെ സമുദായത്തിലെ അനുയായികളിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരുമാണ് നബിയേ. നബിയേ, അവരുടെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് പറയട്ടെയോ? യഅകുലൂന ലഹൂമന്നാസ് വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ
ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ. ഒരു പാവപ്പെട്ട പെണ്ണിനെ അപരാധം പറയുന്നവരാണ് നബിയേ, അനാവശ്യം പറഞ്ഞു പരത്തുന്നവരാണ് നബിയേ. അവർക്കുള്ള ശിക്ഷയാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദറിനോട് പറഞ്ഞത്, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്താൽ അവൻ രഹസ്യമായി തൗബ ചെയ്ത് മടങ്ങട്ടെ. ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാൾ പരസ്യമായി മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അവൻ പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ, പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ. അതാണ് അവന്റെ തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരാളെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് പോയിരുന്നു. അല്ലാഹ് ഞാൻ ഓളെ കുറിച്ച് പറഞ്ഞു പഠിച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹു, നീ അല്ലാഹ് മാപ്പാക്കൂല. യാ അല്ലാഹ് അവന്റെ ഇടയിലേക്ക് പോയിട്ട് പറ, ഇങ്ങനെ അല്ലാഹു മാപ്പാക്കി തരും. അങ്ങനെ രഹസ്യമായ തൗബ രഹസ്യമായി, പരസ്യമായി ചെയ്തിട്ടുണ്ട് പരസ്യമായി. അത് ഒന്നാമത്തെ അടയാളാണ് സത്യവിശ്വാസികളുടെ ബലം. ആ തൗബ ചെയ്തവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ, പശ്ചാത്തപിച്ചവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. തൗബ ഇല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നമസ്കരിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ അവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറഞ്ഞ വാക്കെന്താ? തൗബ കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? ഇബാദത്തെടുക്കുന്നവർ തൗബ കഴിഞ്ഞാൽ രണ്ടാമത്തെ പടിയായി സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇബാദത്തെടുക്കുന്നവർ. ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ തൗബ ചെയ്തിരിക്കണം, പശ്ചാത്തപിച്ചവനായിരിക്കണം. എങ്കിലേ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൾ രഹസ്യത്തിൽ ചെയ്യുന്നതുണ്ട്, പരസ്യത്തിൽ ചെയ്യുന്നതുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു നിർദ്ദേശം നൽകുമോ? നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ? യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിക്ക് ഉപദേശം നൽകുകയാ. യാ അബൂദർ, അബൂദർ അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിയുള്ളിടത്തോളം കഴിയുന്ന സമയങ്ങളിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ അബൂദറേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വമാ മിൽത മിൻ സൂ ഫഅഹദിസ് ലഹു തൗബാ, നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അബൂദറേ, ഒരു തെറ്റ് ചെയ്താൽ ഫഅഹദിസ് ലഹു തൗബാ, സത്യവിശ്വാസികളുടെ അടയാളമാണ് ഉടൻ തന്നെ നീ തൗബ ചെയ്ത് മടങ്ങണമേ. അസ്സിർറ ബിസ്സിറി വൽ അലാനിയത ബിൽ അലാനിയ, രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി അല്ലാഹുവിലേക്ക് മടങ്ങണമേ, പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണമേ. ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ചെയ്ത തെറ്റിന് വ്യഭിചരിച്ചു, മണിച്ചം വാട്ടർ അടിച്ചു, മണിച്ചം വാട്ടർ കട്ടറായി, വെള്ളം അടിച്ചു, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. നമ്മൾ ചെയ്ത തെറ്റ് അതിപ്പോ പരസ്യമായിട്ട് മെമ്പറിന്റെ അടുക്കലൊന്നും അല്ലാ ഇന്നലെ ഞാൻ വ്യഭിചരിച്ചു, അല്ലാ നീ മാപ്പാക്കി തരണമെന്നല്ല, അതല്ല വേണ്ടത്. രഹസ്യമായി ചെയ്തല്ലേ, നീ അള്ളാഹുവിന്റെ മുന്നിൽ പോയി രഹസ്യമായി തന്നെ പറഞ്ഞാൽ മതി. 2 റക്അത്ത് നമസ്കരിച്ച് രഹസ്യമായി റബ്ബിന്റെ മുന്നിൽ പോയി പറയാം, പഠിച്ചവനെ ഞാൻ ചെയ്തു തെറ്റ്, അള്ളാഹു നീ മാപ്പാക്കണേ, അള്ളാഹ് മാപ്പാക്കി തരും.
അല്ലാഹു മാപ്പാക്കി തരും. രഹസ്യമായി ചെയ്ത തെറ്റ് രഹസ്യമായി, പരസ്യമായി ചെയ്ത തെറ്റ് പരസ്യമായി. പള്ളിയിലെ പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, നാട്ടിലെ ഒരു പ്രമുഖനെ ആരെങ്കിലും ഒരാള് പരിഹസിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ തെറി പറഞ്ഞു, പരസ്യമായി മാപ്പ് പറയട്ടെ. അതാണ് അവന്റെ തൗബ. അതാണ് അവന്റെ തൗബ. പരസ്യമായി പോയി മാപ്പ് പറയട്ടെ. അതല്ലാതെ രഹസ്യമായി അല്ലാഹ് ഞാൻ അറിവില്ലാതെ അയാളെ തെറി പറഞ്ഞു, അല്ലാഹ് നീ മാപ്പാക്കണേ അല്ലാഹ്. ഇല്ല. ഒരാളൊരാളെ കുറിച്ച് അനാവശ്യം വിളമ്പി, ഒരാളൊരാളെ കുറിച്ച് അവന്റെ പച്ചമാംസം തിന്നു, അപരാധം പറഞ്ഞു, ആക്ഷേപിച്ചു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞു, അതിന് രഹസ്യമായുള്ള തൗബയല്ല, അതിന് പരസ്യമായുള്ള തൗബയാണ്. പരസ്യമായി ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത് അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കുക. അത് പരസ്യമായി തന്നെ ചെയ്യണം. അതിൽ രഹസ്യതയില്ല. അത് അല്ലാഹു മാപ്പാക്കൂല. രഹസ്യമല്ല അവിടെ വേണ്ടത്, ഇവിടെ പരസ്യമാണ്. ഒരാളെ കുറിച്ചൊരു ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അല്ലാഹു പൊറുക്കൂലല്ലോ, അല്ലാഹു പൊറുക്കൂലല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, രഹസ്യമായി തൗബ ചെയ്യുക നമ്മുടെ സ്വന്തം കാര്യമാണ്. ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് ഫിത്ന ഫസാദ് പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മുന്നിലേക്ക് പോയി പരസ്യമായി നീ പൊരുത്തം ചോദിച്ചു കൊള്ളട്ടെ. അതാണ് നിന്റെ തൗബ, അതാണ് നിന്റെ തൗബ. അങ്ങനെ പരസ്യമായി പൊരുത്തം ചോദിക്കാത്തവർ നാളെ നരകത്തിന്റെ കുണ്ടാരത്തിലാണെന്ന് ലോകത്തിന്റെ മുത്തേ ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തൻ ഉസ്രിയ ബിൽ സമാ, മിഅ്റാജിന്റെ രാവിൽ മലക്ക് ജിബ്രീൽ എന്നെ വഹിച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ മററത്തു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. ആ സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോ റിജാലും വനിസാ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ആ കൂട്ടത്തിലുണ്ട്. അൽഫാറുഹും മിൻ നുഹാസ് വലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പുകളാലുള്ള ദുഃഖങ്ങളാണ് അവർക്ക് അല്ലാഹു അവരുടെ കൈകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. യഹ്മിസൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും ആ മുഖങ്ങളെ കൊണ്ട് കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുൽതു യാ ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അവിടുത്തെ സമുദായത്തിലെ, അവിടുത്തെ അവിടുത്തെ സമുദായത്തിലെ അനുയായികളിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരുമാണ് നബിയേ. നബിയേ, അവരുടെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് പറയട്ടെയോ? യഅകുലൂന ലഹൂമന്നാസ് വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ. ഒരു പാവപ്പെട്ട പെണ്ണിനെ അപരാധം പറയുന്നവരാണ് നബിയേ, അനാവശ്യം പറഞ്ഞു പരത്തുന്നവരാണ് നബിയേ. അവർക്കുള്ള ശിക്ഷയാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദറിനോട് പറഞ്ഞത്, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്താൽ അവൻ രഹസ്യമായി തൗബ ചെയ്ത് മടങ്ങട്ടെ. ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്താൽ, ഒരാൾ പരസ്യമായി മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അവൻ പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ, പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ. അതാണ് അവന്റെ തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരാളെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് പോയിരുന്നു, അല്ലാഹ് ഞാൻ ഓളെ കുറിച്ച് പറഞ്ഞു പടച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹു, നീ അല്ലാഹ് മാപ്പാക്കൂല. യാ അല്ലാഹ് അവന്റെ ഇടയിലേക്ക് പോയിട്ട് പറ, എങ്കിൽ അല്ലാഹു മാപ്പാക്കി തരും. അങ്ങനെ രഹസ്യമായ തൗബ രഹസ്യമായി, പരസ്യമായി ചെയ്തിട്ടിന് പരസ്യമായി. അത് ഒന്നാമത്തെ അടയാളാണ് സത്യവിശ്വാസികളുടെ ഫലം.
ആ തൗബ ചെയ്തവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. പശ്ചാത്തപിച്ചവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. തൗബ ഇല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നമസ്കരിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ അവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറഞ്ഞ വാക്കെന്താ? തൗബ കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? അത്തായിബൂൻ അൽആബിദൂൻ. ഇബാദത്തെടുക്കുന്നവർ തൗബ കഴിഞ്ഞാൽ രണ്ടാമത്തെ പടിയായി സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇബാദത്തെടുക്കുന്നവർ. ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ തൗബ ചെയ്തിരിക്കണം, പശ്ചാത്തപിച്ചവനായിരിക്കണം. എങ്കിലേ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ രഹസ്യത്തിൽ ചെയ്യുന്നതുണ്ട്, പരസ്യത്തിൽ ചെയ്യുന്നതുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം. പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം. പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു നിർദ്ദേശം നൽകുമോ? നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ? യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിക്ക് ഉപദേശം നൽകുകയാ. യാ അബൂദർ, അബൂദർ അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിയുള്ളിടത്തോളം കഴിയുന്ന സമയങ്ങളിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ അബൂദറേ. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വമാ മിൽത മിൻ സൂ ഫഅഹദിസ് ലഹു തൗബ, നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അബൂദറേ, ഒരു തെറ്റ് ചെയ്താൽ ഫഅഹദിസ് ലഹു തൗബ, സത്യവിശ്വാസികളുടെ അടയാളമാണ് ഉടൻ തന്നെ നീ തൗബ ചെയ്ത് മടങ്ങണമേ. അസ്സിർറ ബിസ്സിറി വൽ അലാനിയത ബിൽ അലാനിയ, രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി അല്ലാഹുവിലേക്ക് മടങ്ങണമേ. പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണമേ. ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ചെയ്ത തെറ്റിന് വ്യഭിചരിച്ചു, മണിച്ചം വാട്ടർ അടിച്ചു, മണിച്ചം വാട്ടർ കട്ടറായി, വെള്ളം അടിച്ചു, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. നമ്മൾ ചെയ്ത തെറ്റ് അതിപ്പോ പരസ്യമായിട്ട് മെമ്പറിന്റെ അടുക്കലൊന്ന് അല്ലാ ഇന്നലെ ഞാൻ വ്യഭിചരിച്ചു, അല്ലാ നീ മാപ്പാക്കി തരണമല്ല, അതല്ല വേണ്ടത്. രഹസ്യമായി ചെയ്തല്ലേ, നീ അള്ളാഹുവിന്റെ മുന്നിൽ പോയി രഹസ്യമായി തന്നെ പറഞ്ഞാൽ മതി. 2 റക്അത്ത് നമസ്കരിച്ച് രഹസ്യമായി റബ്ബിന്റെ മുന്നിൽ പോയി പറ, പടച്ചവനെ ഞാൻ ചെയ്തു തെറ്റ്, അള്ളാഹു നീ മാപ്പാക്കണേ, അള്ളാഹ് മാപ്പാക്കി തരും, അള്ളാഹ് മാപ്പാക്കി തരും. രഹസ്യമായി ചെയ്ത തെറ്റ് രഹസ്യമായി, പരസ്യമായി ചെയ്ത തെറ്റ് പരസ്യമായി. പള്ളിയിലെ പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, നാട്ടിലെ ഒരു പ്രമുഖനെ ആരെങ്കിലും ഒരാള് പരിഹസിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ തെറി പറഞ്ഞു, പരസ്യമായി മാപ്പ് പറയട്ടെ. അതാണ് അവന്റെ തൗബ, അതാണ് അവന്റെ തൗബ. പരസ്യമായി പോയി മാപ്പ് പറയട്ടെ. അതല്ലാതെ രഹസ്യമായി അല്ലാഹ് ഞാൻ അറിവില്ലാതെ അയാളെ തെറി പറഞ്ഞു, അല്ലാഹ് നീ മാപ്പാക്കണേ, അല്ലാഹ് ഇല്ല. ഒരാളൊരാളെ കുറിച്ച് അനാവശ്യം വിളമ്പി, ഒരാളൊരാളെ കുറിച്ച് അവന്റെ പച്ചമാംസം തിന്നു, അപരാധം പറഞ്ഞു, ആക്ഷേപിച്ചു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞു, അതിന് രഹസ്യമായുള്ള തൗബയല്ല, അതിന് പരസ്യമായുള്ള തൗബയാണ്. പരസ്യമായി ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത് അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കുക. അത് പരസ്യമായി തന്നെ ചെയ്യണം, അതിൽ രഹസ്യതയില്ല. അത് അല്ലാഹു മാപ്പാക്കൂല. രഹസ്യമല്ല ഇവിടെ വേണ്ടത്, ഇവിടെ പരസ്യമാണ്. ഒരാളെ കുറിച്ചൊരു ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അല്ലാഹ് പൊറുക്കൂലല്ലോ, അല്ലാഹ് പൊറുക്കൂലല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, രഹസ്യമായി തൗബ ചെയ്യുക.
നമ്മുടെ സ്വന്തം കാര്യമാണ്. ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് ഫിത്ന ഫസാദ് പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മുന്നിലേക്ക് പോയി പരസ്യമായി നീ പൊരുത്തം ചോദിച്ചു കൊള്ളട്ടെ. അതാണ് നിന്റെ തൗബ, അതാണ് നിന്റെ തൗബ. അങ്ങനെ പരസ്യമായി പൊരുത്തം ചോദിക്കാത്തവർ നാളെ നരകത്തിന്റെ കുണ്ടാരത്തിലാണെന്ന് ലോകത്തിന്റെ മുത്തേ ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തൻ ഉസ്രിയ ബിൽ സമാ, മിഅ്റാജിന്റെ രാവിൽ മലക്ക് ജിബ്രീൽ എന്നെ വഹിച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ മററത്തു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. ആ സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോ റിജാലും വനിസാ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ആ കൂട്ടത്തിലുണ്ട്. അൽഫാറുഹും മിൻ നുഹാസ് വലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പുകളാലുള്ള ദുഃഖങ്ങളാണ് അവർക്ക് അല്ലാഹു അവരുടെ കൈകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. യഹ്മിസൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും ആ നുഖങ്ങളെ കൊണ്ട് കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖുൽതു യാ ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അവിടുത്തെ സമുദായത്തിലെ, അവിടുത്തെ കുടുംബം, അവിടുത്തെ സമുദായത്തിലെ അനുയായികളിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരുമാണ് നബിയേ. നബിയേ, അവരുടെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് പറയട്ടെയോ? യഅകുലൂന ലഹൂമന്നാസ് വയഖഊന ഫീ അറാളിഹിം, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ. ഒരു പാവപ്പെട്ട പെണ്ണിനെ അപരാധം പറയുന്നവരാണ് നബിയേ, അനാവശ്യം പറഞ്ഞു പരത്തുന്നവരാണ് നബിയേ. അവർക്കുള്ള ശിക്ഷയാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദറിനോട് പറഞ്ഞത്, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്താൽ അവൻ രഹസ്യമായി തൗബ ചെയ്ത് മടങ്ങട്ടെ. ഒരാൾ പരസ്യമായി, ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാൾ പരസ്യമായി മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അവൻ പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ, പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ. അതാണ് അവന്റെ തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരാളെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് പോയിരുന്നു, അല്ലാഹ് ഞാൻ ഓളെ കുറിച്ച് പറഞ്ഞു പഠിച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹു, നീ അല്ലാഹ് മാപ്പാക്കൂല, യാ അല്ലാഹ് അവന്റെ ഇടയിലേക്ക് പോയിട്ട് പറ, എങ്കിൽ അല്ലാഹു മാപ്പാക്കി തരും. അങ്ങനെ രഹസ്യമായ തൗബ രഹസ്യമായി, പരസ്യമായി ചെയ്തിട്ടുണ്ട് പരസ്യമായി. അത് ഒന്നാമത്തെ അടയാളാണ് സത്യവിശ്വാസികളുടെ ഫലം. ആ തൗബ ചെയ്തവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ, പശ്ചാത്തപിച്ചവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. തൗബ ഇല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നമസ്കരിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ അവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറഞ്ഞ വാക്കെന്താ? തൗബ കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? التائبون العابدون, ഇബാദത്തെടുക്കുന്നവർ തൗബ കഴിഞ്ഞാൽ രണ്ടാമത്തെ പടിയായി സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇബാദത്തെടുക്കുന്നവർ. ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ തൗബ ചെയ്തിരിക്കണം, പശ്ചാത്തപിച്ചവനായിരിക്കണം, എങ്കിലേ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ രഹസ്യത്തിൽ ചെയ്യുന്നതുണ്ട്, പരസ്യത്തിൽ ചെയ്യുന്നതുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം,
പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു നിർദ്ദേശം നൽകുമോ? നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ? യാ റസൂലല്ലാഹ്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിക്ക് ഉപദേശം നൽകുകയാ. യാ അബൂദർ, അബൂദർ അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിയുള്ളിടത്തോളം കഴിയുന്ന സമയങ്ങളിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ അബൂദറേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വമാ മിൽത മിൻ സൂ ഫഅഹദിസ് ലഹു തൗബ, നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അബൂദറേ, ഒരു തെറ്റ് ചെയ്താൽ ഫഅഹദിസ് ലഹു തൗബ, സത്യവിശ്വാസികളുടെ അടയാളമാണ് ഉടൻ തന്നെ നീ തൗബ ചെയ്ത് മടങ്ങണമേ. അസ്സിർറ ബിസ്സിറി വൽ അലാനിയത ബിൽ അലാനിയ, രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി അല്ലാഹുവിലേക്ക് മടങ്ങണമേ, പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണമേ. ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ചെയ്ത തെറ്റിന് വ്യഭിചരിച്ചു, മണിച്ചം വാട്ടർ അടിച്ചു, മണിച്ചം വാട്ടർ കട്ടറായി, വെള്ളം അടിച്ചു, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. നമ്മൾ ചെയ്ത തെറ്റ് അതിപ്പോ പരസ്യമായിട്ട് മെമ്പറിന്റെ അടുക്കലൊന്ന് അല്ലാ ഇന്നലെ ഞാൻ വ്യഭിചരിച്ചു, അല്ലാ നീ മാപ്പാക്കി തരണമെന്നല്ല, അതല്ല വേണ്ടത്. രഹസ്യമായി ചെയ്തല്ലേ, നീ അള്ളാഹുവിന്റെ മുന്നിൽ പോയി രഹസ്യമായി തന്നെ പറഞ്ഞാൽ മതി. 2 റക്അത്ത് നമസ്കരിച്ച് രഹസ്യമായി റബ്ബിന്റെ മുന്നിൽ പോയി പടച്ചവനെ ഞാൻ ചെയ്തു തെറ്റ്, അള്ളാഹു നീ മാപ്പാക്കണേ, അള്ളാഹ് മാപ്പാക്കി തരും, അള്ളാഹ് മാപ്പാക്കി തരും. രഹസ്യമായി ചെയ്ത തെറ്റ് രഹസ്യമായി, പരസ്യമായി ചെയ്ത തെറ്റ് പരസ്യമായി. പള്ളിയിലെ പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, നാട്ടിലെ ഒരു പ്രമുഖനെ ആരെങ്കിലും ഒരാള് പരിഹസിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ തെറി പറഞ്ഞു, പരസ്യമായി മാപ്പ് പറയട്ടെ, അതാണ് അവന്റെ തൗബ, അതാണ് അവന്റെ തൗബ. പരസ്യമായി പോയി മാപ്പ് പറയട്ടെ, അതല്ലാതെ രഹസ്യമായി അല്ലാഹ് ഞാൻ അറിവില്ലാതെ അയാളെ തെറി പറഞ്ഞു, അല്ലാഹ് നീ മാപ്പാക്കണേ, അല്ലാഹ് ഇല്ല. ഒരാളൊരാളെ കുറിച്ച് അനാവശ്യം വിളമ്പി, ഒരാളൊരാളെ കുറിച്ച് അവന്റെ പച്ചമാംസം തിന്നു, അപരാധം പറഞ്ഞു, ആക്ഷേപിച്ചു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞു, അതിന് രഹസ്യമായുള്ള തൗബയല്ല, അതിന് പരസ്യമായുള്ള തൗബയാണ്. പരസ്യമായി ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത് അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കുക, അത് പരസ്യമായി തന്നെ ചെയ്യണം, അതിൽ രഹസ്യതയില്ല. അത് അല്ലാഹു മാപ്പാക്കൂല, രഹസ്യമല്ല അവിടെ വേണ്ടത്, ഇവിടെ പരസ്യമാണ്. ഒരാളെ കുറിച്ചൊരു ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അല്ലാഹ് പൊറുക്കൂലല്ലോ, അല്ലാഹ് പൊറുക്കൂലല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, രഹസ്യമായി തൗബ ചെയ്യുക നമ്മുടെ സ്വന്തം കാര്യമാണ്. ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് ഫിത്ന ഫസാദ് പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മുന്നിലേക്ക് പോയി പരസ്യമായി നീ പൊരുത്തം ചോദിച്ചു കൊള്ളട്ടെ, അതാണ് നിന്റെ തൗബ, അതാണ് നിന്റെ തൗബ. അങ്ങനെ പരസ്യമായി പൊരുത്തം ചോദിക്കാത്തവർ നാളെ നരകത്തിന്റെ കുണ്ടാരത്തിലാണെന്ന് ലോകത്തിന്റെ മുത്തേ ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തൻ ഉസ്രിയ ബിൽ സമാ, മിഅ്റാജിന്റെ രാവിൽ മലക്ക് ജിബ്രീൽ എന്നെ വഹിച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ മററത്തു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. ആ സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോ റിജാലും വനിസാ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ആ കൂട്ടത്തിലുണ്ട്. അൽഫാറുഹും മിൻ നുഹാസ് വലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പുകളാലുള്ള ദുഃഖങ്ങളാണ് അവർക്ക് അല്ലാഹു അവരുടെ കൈകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. യഹ്മിസൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും ആ നുഖങ്ങളെ കൊണ്ട് കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖുൽതു യാ ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാദാ
ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടർ ആരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അവിടുത്തെ സമുദായത്തിലെ, അവിടുത്തെ അവിടുത്തെ സമുദായത്തിലെ അനുയായികളിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരുമാണ് നബിയേ. നബിയേ, അവരുടെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് പറയട്ടെയോ? യഅകുലൂന ലഹൂമന്നാസ് വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ. ഒരു പാവപ്പെട്ട പെണ്ണിനെ അപരാധം പറയുന്നവരാണ് നബിയേ, അനാവശ്യം പറഞ്ഞു പരത്തുന്നവരാണ് നബിയേ, അവർക്കുള്ള ശിക്ഷയാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദറിനോട് പറഞ്ഞത്, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്താൽ അവൻ രഹസ്യമായി തൗബ ചെയ്ത് മടങ്ങട്ടെ. ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്താൽ, ഒരാൾ പരസ്യമായി മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അവൻ പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ, പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ. അതാണ് അവന്റെ തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരാളെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് പോയിരുന്നു. അല്ലാഹ്, ഞാൻ ഓളെ കുറിച്ച് പറഞ്ഞു പഠിച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹു, നീ അല്ലാഹ് മാപ്പാക്കൂല. യാ അല്ലാഹ്, അവന്റെ ഇടയിലേക്ക് പോയിട്ട് പറ, ഇങ്ങനെ അല്ലാഹു മാപ്പാക്കി തരും. അങ്ങനെ രഹസ്യമായ തൗബ രഹസ്യമായി, പരസ്യമായി ചെയ്തിട്ടുണ്ട് പരസ്യമായി. അത് ഒന്നാമത്തെ അടയാളാണ് സത്യവിശ്വാസികളുടെ. ആ തൗബ ചെയ്തവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ, പശ്ചാത്തപിച്ചവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. തൗബ ഇല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നമസ്കരിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ അവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറഞ്ഞ വാക്കെന്താ? തൗബ കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? التائبون العابدون. ഇബാദത്തെടുക്കുന്നവർ തൗബ കഴിഞ്ഞാൽ രണ്ടാമത്തെ പടിയായി സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇബാദത്തെടുക്കുന്നവർ. ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ തൗബ ചെയ്തിരിക്കണം, പശ്ചാത്തപിച്ചവനായിരിക്കണം, എങ്കിലേ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൾ രഹസ്യത്തിൽ ചെയ്യുന്നതുണ്ട്, പരസ്യത്തിൽ ചെയ്യുന്നതുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു നിർദ്ദേശം നൽകുമോ? നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ? യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിക്ക് ഉപദേശം നൽകുകയാ. യാ അബൂദർ, അബൂദറേ, അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിയുള്ളിടത്തോളം കഴിയുന്ന സമയങ്ങളിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ അബൂദറേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വമാ മിൽത മിൻ സൂ ഫഅഹദിസ് ലഹു തൗബ, നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അബൂദറേ, ഒരു തെറ്റ് ചെയ്താൽ ഫഅഹദിസ് ലഹു തൗബ, സത്യവിശ്വാസികളുടെ അടയാളമാണ് ഉടൻ തന്നെ നീ തൗബ ചെയ്തു മടങ്ങണമേ. അസ്സിർറ ബിസ്സിറി വൽ അലാനിയത ബിൽ അലാനിയ, രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി
പരസ്യമായി അല്ലാഹുവിലേക്ക് മടങ്ങണമേ. പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണമേ. ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ചെയ്ത തെറ്റിന് വ്യഭിചരിച്ചു, മണിച്ചം വാട്ടർ അടിച്ചു, മണിച്ചം വാട്ടർ കട്ടറായി, വെള്ളം അടിച്ചു, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. നമ്മൾ ചെയ്ത തെറ്റ് അതിപ്പോ പരസ്യമായിട്ട് മെമ്പറിണ്ടെങ്കിലും അല്ലാ ഇന്നലെ ഞാൻ വ്യഭിചരിച്ചു, അല്ലാ നീ മാപ്പാക്കി തരണമെന്നല്ല. അതല്ല വേണ്ടത്. രഹസ്യമായി ചെയ്തല്ലേ, നീ അള്ളാഹുവിന്റെ മുന്നിൽ പോയി രഹസ്യമായി തന്നെ പറഞ്ഞാൽ മതി. 2 റക്അത്ത് നമസ്കരിച്ച് രഹസ്യമായി റബ്ബിന്റെ മുന്നിൽ പോയി പറ, പടച്ചവനെ ഞാൻ ചെയ്തു തെറ്റ്, അള്ളാഹു നീ മാപ്പാക്കണേ, അള്ളാഹ് മാപ്പാക്കി തരും, അള്ളാഹ് മാപ്പാക്കി തരും. രഹസ്യമായി ചെയ്ത തെറ്റ് രഹസ്യമായി, പരസ്യമായി ചെയ്ത തെറ്റ് പരസ്യമായി. പള്ളിയിലെ പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, ഉസ്താദിനെ, നാട്ടിലെ ഒരു പ്രമുഖനെ ആരെങ്കിലും ഒരാള് പരിഹസിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ തെറി പറഞ്ഞു, പരസ്യമായി മാപ്പ് പറയട്ടെ. അതാണ് അവന്റെ തൗബ, അതാണ് അവന്റെ തൗബ. പരസ്യമായി പോയി മാപ്പ് പറയട്ടെ. അതല്ലാതെ രഹസ്യമായി അല്ലാ ഞാൻ അറിവില്ലാതെ അയാളെ തെറി പറഞ്ഞു, അല്ലാ നീ മാപ്പാക്കണേ, അല്ലാ ഇല്ല. ഒരാളൊരാളെ കുറിച്ച് അനാവശ്യം വിളമ്പി, ഒരാളൊരാളെ കുറിച്ച് അവന്റെ പച്ചമാംസം തിന്നു, അപരാധം പറഞ്ഞു, ആക്ഷേപിച്ചു, ഫിത്ന പറഞ്ഞു, ഫസാദ് പറഞ്ഞു, അതിന് രഹസ്യമായുള്ള തൗബയല്ല, അതിന് പരസ്യമായുള്ള തൗബയാണ്. പരസ്യമായി ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത് അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കുക. അത് പരസ്യമായി തന്നെ ചെയ്യണം, അതിൽ രഹസ്യതയില്ല. അത് അല്ലാഹു മാപ്പാക്കൂല. രഹസ്യമല്ല അവിടെ വേണ്ടത്, ഇവിടെ പരസ്യമാണ്. ഒരാളെ കുറിച്ചൊരു ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അല്ലാഹു പൊറുക്കൂലല്ലോ, അല്ലാഹു പൊറുക്കൂലല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, രഹസ്യമായി തൗബ ചെയ്യുക നമ്മുടെ സ്വന്തം കാര്യമാണ്. ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് ഫിത്ന ഫസാദ് പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ മുന്നിലേക്ക് പോയി പരസ്യമായി നീ പൊരുത്തം ചോദിച്ചു കൊള്ളട്ടെ. അതാണ് നിന്റെ തൗബ, അതാണ് നിന്റെ തൗബ. അങ്ങനെ പരസ്യമായി പൊരുത്തം ചോദിക്കാത്തവർ നാളെ നരകത്തിന്റെ കുണ്ടാരത്തിലാണെന്ന് ലോകത്തിന്റെ മുത്തേ ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തൻ ഉസ്രിയ ബിൽ സമാ, മിഅ്റാജിന്റെ രാവിൽ മലക്ക് ജിബ്രീൽ എന്നെ വഹിച്ചുകൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ മററത്തു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. ആ സമുദായത്തിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോ റിജാലും വനിസാ, സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ആ കൂട്ടത്തിലുണ്ട്. അൽഫാറുഹും മിൻ നുഹാസ് വലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പുകളാലുള്ള ദുഃഖങ്ങളാണ് അവർക്ക് അല്ലാഹു അവരുടെ കൈകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്, ഫിറ്റ് ചെയ്തിട്ടുള്ളത്. യഹ്മിസൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും ആ നുഖങ്ങളെ കൊണ്ട് കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാണ്, സ്വന്തമായി കീറിമുറിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുൽതു യാ ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അവിടുത്തെ സമുദായത്തിലെ, അവിടുത്തെ അവിടുത്തെ സമുദായത്തിലെ അനുയായികളിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരുമാണ് നബിയേ. നബിയേ, അവരുടെ പ്രവർത്തനം എന്തായിരുന്നുവെന്ന് പറയട്ടെയോ? യഅകുലൂന ലഹൂമന്നാസ് വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ, ജനങ്ങളുടെ പച്ചമാംസം കൊത്തിയെടുക്കുന്നവരാണ് നബിയേ. ഒരു പാവപ്പെട്ട പെണ്ണിനെ അപരാധം പറയുന്നവരാണ് നബിയേ, അനാവശ്യം പറഞ്ഞു പരത്തുന്നവരാണ് നബിയേ. അവർക്കുള്ള ശിക്ഷയാണ് യാ റസൂലല്ലാഹ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദറിനോട് പറഞ്ഞത്, ഒരാൾ രഹസ്യമായി തെറ്റ് ചെയ്താൽ അവൻ രഹസ്യമായി തൗബ ചെയ്ത് മടങ്ങട്ടെ. ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്താൽ, ഒരാൾ പരസ്യമായി മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അവൻ പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ, പരസ്യമായി പൊരുത്തം ചോദിക്കട്ടെ. അതാണ് അവന്റെ തൗബ എന്ന് മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരാളെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് രഹസ്യമായിട്ട് പോയിരുന്നു. അല്ലാ ഞാൻ ഓളെ കുറിച്ച് പറഞ്ഞു പടച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹു, നീ അല്ലാ മാപ്പാക്കൂല. യാ അല്ലാ അവന്റെ അരികിലേക്ക് പോയിട്ട് പറ, എങ്കിൽ അല്ലാഹു മാപ്പാക്കി തരും. അങ്ങനെ രഹസ്യമായ തൗബ രഹസ്യമായി, പരസ്യമായി ചെയ്തിട്ടിന് പരസ്യമായി. അത് ഒന്നാമത്തെ അടയാളാണ് സത്യവിശ്വാസികളുടെ ബലം. ആ തൗബ ചെയ്തവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. പശ്ചാത്തപിച്ചവരുടെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. തൗബ ഇല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നമസ്കരിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ അവന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് പറഞ്ഞ വാക്കെന്താ? തൗബ കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? التائبون العابدون ഇബാദത്തെടുക്കുന്നവർ തൗബ കഴിഞ്ഞാൽ രണ്ടാമത്തെ പടിയായി സത്യവിശ്വാസികളുടെ വിശേഷണത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇബാദത്തെടുക്കുന്നവർ. ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ തൗബ ചെയ്തിരിക്കണം, പശ്ചാത്തപിച്ചവനായിരിക്കണം. എങ്കിലേ അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൾ രഹസ്യത്തിൽ ചെയ്യുന്നതുണ്ട്, പരസ്യത്തിൽ ചെയ്യുന്നതുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യത്തിൽ ചെയ്യുന്ന തെറ്റ് പരസ്യമായി തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു നിർദ്ദേശം നൽകുമോ? നബിയേ എനിക്കൊരു ഉപദേശം നൽകുമോ? യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിക്ക് ഉപദേശം നൽകുകയാ. യാ അബൂദർ, അബൂദർ അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത, നിനക്ക് കഴിയുള്ളിടത്തോളം കഴിയുന്ന സമയങ്ങളിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ അബൂദറേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വമാ മിൽത മിൻ സൂ ഫഅഹദിസ് ലഹു തൗബാ, നീ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയാൽ, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അബൂദറേ, ഒരു തെറ്റ് ചെയ്താൽ ഫഅഹദിസ് ലഹു തൗബാ, സത്യവിശ്വാസികളുടെ അടയാളമാണ് ഉടൻ തന്നെ നീ തൗബ ചെയ്ത് മടങ്ങണമേ. അസ്സിർറ ബിസ്സിറി വൽ അലാനിയത ബിൽ അലാനിയ, രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി അല്ലാഹുവിലേക്ക് മടങ്ങണമേ, പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണമേ. ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ചെയ്ത തെറ്റിന് വ്യഭിചരിച്ചു, മണിച്ചം വാട്ടർ അടിച്ചു, മണിച്ചം വാട്ടർ കട്ടറായി, വെള്ളം അടിച്ചു, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്, രഹസ്യമായിട്ട് ചെയ്ത തെറ്റാണ്. നമ്മൾ